ടെക്നോ പാർക്കിലെ IT സ്ഥാപനത്തിൽ നിന്ന് കാരണമുണ്ടാക്കി പിരിച്ചുവിട്ടു എന്ന് പറയപ്പെടുന്ന ഒരു IT ജീവനക്കാരി അഥവാ IT തൊഴിലാളിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അശ്വതി നായർ ടെക്നോ പാർക്കിലെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതായത് സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നവർ ചില ക്രൈറ്റീരിയകൾ കണ്ടെത്തും. വിചിത്രമായിട്ടുള്ള ക്രൈറ്റീരിയകളാണ്. ആ ക്രൈറ്റീരിയകൾ 10-15 വർഷമായി സീനിയറായി ഇരിക്കുന്നവരെയൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ചിലർക്കെല്ലാം താല്പര്യമില്ലെങ്കിൽ അവർ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി അവരെ എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അശ്വതി കൃത്യമായി വിവരിക്കുന്നുണ്ട്. ആ വീഡിയോ ഇന്ന് കേൾക്കണം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ പ്രതികരണം കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട്. ഈ പറയുന്നൊന്ന് കേട്ടോണേ. വളരെ രഹസ്യമായി, വളരെ ഡിസ്ക്രീറ്റ് ആയി നിരവധി കമ്പനികളിൽ ഫോഴ്സ്ഫുൾ റെസിഗ്നേഷൻ അല്ലെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടൽ, ഇതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. 10-15 കൊല്ലം വർക്ക് ചെയ്ത് അവരെ വർക്കൊക്കെ നല്ല ലൈവാക്കി കമ്പനിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവർ കറിവേപ്പില പോലെ ഈ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടും. ഓരോന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു വിടും. PIP ചുമത്തി PIP എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പെർഫോമൻസ് മോശമായത് കൊണ്ടാണല്ലോ കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പൈസ എക്സ്ട്രാ തരണ്ടല്ലോ. ഇഷ്ടത്തിലാണ്, വർക്കില്ല, മഞ്ഞാണ്, മഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിൽ കുരുക്കി പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് റോങ് അല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്ന പരിപാടി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ PIP എന്ന് പറഞ്ഞ സംഭവം എല്ലാ കമ്പനികളിലും ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിരുന്നാലും പ്രത്യേകതരം കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാൻ എന്നുള്ള പരിപാടി ചടങ്ങിനകത്തു നിന്ന് നമ്മൾ ഒഴിവായി കിട്ടുള്ളൂ. ആദ്യം വേണ്ട സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് മൂഡ് താങ്ങാൻ അറിയണം. തൊട്ടടുത്ത ലെവലിലുള്ള ആൾക്കാരെ ആയിരുന്നാലും നമ്മൾ മൂഡ് താങ്ങി നിൽക്കണം. ആ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ എത്രയൊക്കെ നിങ്ങൾക്ക് എന്ത് തേങ്ങ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഈ സ്കില്ലില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഈ കഷ്ടപ്പെട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന കുറെ എംപ്ലോയീസ് ഉണ്ട്. അവരെ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഓരോ റീസൺ പറഞ്ഞു വിടരുത്. പറഞ്ഞു വിട്ടാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. അവർക്ക് അനുകൂലമായിട്ടുള്ള കാശ് കൊടുത്തു വേണം അവരെ പറഞ്ഞു വിടും. ഇത്രയും കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ട് ഈ സംഭവത്തിൽ പിടിച്ചിട്ടിട്ട് പറഞ്ഞു വിടുന്നതിനും കാട്ടി അന്തസ്സായിട്ട് ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, ഇൻക്ലൂഡിങ് മീ. കാര്യം നമുക്ക് ജോബ് അഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ വീണ്ടും ചവിട്ടിത്തേച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വല്ല ചായയും ബൺമസ് കേക്ക് തിന്ന് ചായയും ബൺമസ് കേക്ക് വിറ്റ് ജീവിക്കും. ഏൽപ്പിക്കുന്ന പണി എടുത്താൽ മാത്രം പോരാ, ചില അഡീഷണൽ വർക്കുകൾ കൂടി ചെയ്യേണ്ടി വരുമെന്ന് അശ്വതി തുറന്നു പറയുന്നുണ്ട്. അതായത് ചില മൂഡ് താങ്ങലുകൾ ആവശ്യമാണെന്ന് പറയുന്നു. എന്താണ് അത്, ഓരോ കമ്പനികളിൽ നടക്കുന്ന എക്സ്പീരിയൻസ് എന്ന് അശ്വതിക്ക് അറിയാവോ? എന്തായാലും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം നേരെ അവരെ പിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് പെർഫോമൻസ് മോശമാണ്, ഇംപ്രൂവ് ചെയ്യേണ്ടവരാണ് എന്നുള്ള ഒരു ലിസ്റ്റിലേക്ക് ഇടുന്നു. ആ വഴി തന്നെ വീട്ടിലേക്ക് ലേ ഓഫ് ചെയ്തു വിടുന്നു, ഇരു ചെവി അറിയാതെ. അത് വിദഗ്ധമായിട്ട് വ്യക്തിയുടെ പെർഫോമൻസ് മോശമാണെന്ന് പറയുമ്പോൾ ഒരിടത്തും ചോദിക്കാനും പറ്റില്ല. അതിന്റെ പേരിൽ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ട. കേരളത്തിലെ IT സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞെട്ടൽ ഉളവാക്കുകയാണ്. ചില വ്യക്തികളുടെ അപ്രമാദിത്വങ്ങൾ, അത് ഓരോരോ ഹൈ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ താഴേക്കിടയിലെ ജീവനക്കാർ അഥവാ തൊഴിലാളികളെ സംബന്ധിക്കുന്നിടത്തോളം അവകാശങ്ങളില്ലല്ലോ, തിരിച്ചു ചോദിക്കാൻ പാടില്ലല്ലോ. പണ്ടത്തെ തമ്പ്രാൻ അടിമ സിസ്റ്റമാണല്ലോ. ആ നിലയ്ക്ക് തമ്പ്രാനെ പ്രീണിപ്പിക്കുന്നവർക്ക് നിലനിൽക്കാം, അല്ലാത്തവർക്ക് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട് എന്ന് ഒരു പെൺകുട്ടിയായിട്ടുള്ള വ്യക്തി തന്നെ തുറന്നു പറയുമ്പോൾ കേരളത്തിലെ IT സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചൂഷണങ്ങൾ അതിഗൗരവമേറിയതാണ്. എന്തുകൊണ്ടാണ് അവിടങ്ങളിലൊക്കെ യൂണിയൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നതും ജീവനക്കാരുടെ അവകാശങ്ങളെ ചോദിക്കാനും പറയാനും പോലും അവിടെ യാതൊരു റൈറ്റുമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒഴിവാക്കണം. നല്ല രീതിയിൽ പെർഫോം ചെയ്താലും 10-15 വർഷം ജോലി ചെയ്താലും കാരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെയാണ് വ്യക്തികളുടെ ജോലി തെറിപ്പിക്കുന്നു എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് ആ പ്രതികരണം.